Good morning, all. Today we will discuss interpretation of clinical laboratory test and its clinical significance. Interpretation of clinical laboratory test and its significance. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. വി ഹാവ് വേരിയസ് ക്ലിനിക്കൽ ടെസ്റ്റ് ടു ഡിറ്റക്ട് വേരിയസ് ഡിസീസ് കണ്ടീഷൻ. ഓക്കെ, ഹിയർ we are going to discuss about mainly three different types of clinical test, that is liver function test, renal function test and pulmonary function test. Liver function test, renal function test and pulmonary function test. In fact, in your examination point of view, you have to study hematology also. ഹെമറ്റോളജി, ദാറ്റ് ഈസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ഹെമറ്റോളജി. അതുകൊണ്ടാണ് ഞാനിവിടെ അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ പറയാതിരുന്നത്. ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും HAPയിൽ. ആ സെയിം തന്നെയാണ് ഹെമറ്റോളജി വിത്ത് സം നമ്മൾ ഡയബറ്റീസിൽ കുറച്ച് ബ്ലഡ് ഷുഗർ ലെവൽസ് അതൊക്കെ പറഞ്ഞു, അതൊക്കെ ഹെമറ്റോളജി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് അതിനെയാണ് നമ്മൾ ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി HAPയിൽ പഠിച്ച കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തതായിരിക്കും എല്ലാ ടെസ്റ്റുകളും. ഹെമറ്റോളജി, ദാറ്റ് ഈസ് മെയിൻലി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ദെൻ ഡിഫറൻഷ്യൽ കൗണ്ട്, RBC കൗണ്ട്, ഹീമോഗ്ലോബിൻ, ദെൻ പ്ലേറ്റ്ലെറ്റ്, ദെൻ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ESR, പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ, ദെൻ ബ്ലഡ് ബയോകെമിസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ക്രിയാറ്റിൻ ലെവൽ, സിറം ക്രിയാറ്റിൻ ലെവൽ, അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇൻ ബ്ലഡ്, ഇതൊക്കെയാണ് ഹെമറ്റോളജി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹെമറ്റോളജി ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെമറ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഒരു നോട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, renal function test and pulmonary function test. So first we are moving on to liver function test. Okay, actually a liver function test is mainly to detect the hepatic dysfunction, whether the liver is functioning or not എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, as we all know, liver performs a variety of functions. അതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ടെസ്റ്റിലൂടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റൊരു ടെസ്റ്റ് കൂടെ ലിവറിൻ്റെ കപ്പാസിറ്റി, ലിവറിൻ്റെ ഫങ്ഷനാലിറ്റിയെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. അതിനാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേര് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, സോ liver function test can be classified broadly into 2 types, that is the test of liver capacity. ഓക്കെ, ലിവർ കപ്പാസിറ്റിയുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനകത്ത് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് സിറം ബിലിറുബിൻ, യൂറിൻ ബിലിറുബിൻ ആൻഡ് യൂറോബിലിനോജൻ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ദാറ്റ് ഡിറ്റക്ട് ഇഞ്ചുറി ടു ഹെപ്പാറ്റോസൈറ്റ്സ്. ഏതെങ്കിലും രീതിയിൽ ലിവർ സെല്ലിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ എന്ന് പറയാം. അത് മെയിൻലി നമ്മൾ സിറം എൻസൈംസ് വെച്ചാൽ, അതായത് ലിവറിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻസൈംസിൻ്റെ ലെവൽ എലിവേറ്റ് ചെയ്യും. ഓക്കെ, അത് വെച്ചാണ് നമ്മൾ ലിവറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ ഇല്ല, ലിവർ സെൽസിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനകത്തുള്ള എൻസൈംസ് ആണ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയും. അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ് ഉള്ളത്: അലാനിൻ ട്രാൻസ്ഫറേസ് ആൻഡ് അസ്പാർട്ടേറ്റ് ട്രാൻസ്ഫറേസ്. അലാനിൻ ട്രാൻസ്ഫറേസ് ആൻഡ് അസ്പാർട്ടേറ്റ് ട്രാൻസ്ഫറേസ്, ദാറ്റ് ഈസ് ALT ആൻഡ് AST. അതാണ് 2 amino transferases. Okay, then next alkaline phosphatase is another serum enzyme. Then gamma glutamyl transpeptidase, then nucleotidase, then aminopeptidase, then LH എന്ന് പറയും, lactate dehydrogenase എന്ന് പറയും, LDH എന്ന് പറയും, lactase dehydrogenase. Okay, these are the major
enzymes that used to detect the injury to hepatocytes. Okay. First we discuss about the first category, that is serum bilirubin. നമുക്ക് in the case of serum bilirubin, we have to go for three different tests, that is the detection of total bilirubin, then direct bilirubin and indirect bilirubin. Okay. ടോട്ടൽ ബിലിറുബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറത്തിൻ്റെ ഇതിനകത്ത് എത്ര ബിലിറുബിൻ ലെവൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നോർമലി ചെക്ക് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആയിരിക്കണം. 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെ ബിലിറുബിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. 1ൽ കൂടുതലാണെങ്കിൽ ദർ ഈസ് സം പ്രോബ്ലംസ്. ഓക്കെ. സോ അതിൻ്റെ റേഞ്ച് 0.2 to 0.9 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 മില്ലിഗ്രാമിൽ താഴെ ആയിരിക്കണം, 1 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെ ആയിരിക്കണം. ഓക്കെ, ആണ് അതിൻ്റെ ലെവൽ. അതിൽ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1ൽ കൂടിക്കഴിഞ്ഞാൽ ഉള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസിലാണ് നോർമലി ബിലിറുബിൻ ലെവൽ കൂടുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടോ, ജോണ്ടിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹെപ്പറ്റൈറ്റിസ് എ ആണ് ജോണ്ടിസ്. ഓക്കെ, ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതിനകത്ത് ബിലിറുബിൻ മേ കം അപ് ടു 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. സിവിയർ ജോണ്ടിസ് ഒക്കെ ആണെങ്കിൽ 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ഡിറ്റക്ഷൻ ഫാക്ടർ. ഓക്കെ, സോ next is next two types, direct bilirubin and indirect bilirubin. A direct bilirubin എന്ന് പറഞ്ഞാൽ nothing but it is bilirubin that undergo glucuronidation or conjugation. ലോട്ട് പോകുന്ന ബിലിറുബിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറയുന്നത്. കോഞ്ചുഗേഷൻ ഓർ ഗ്ലൂക്കറോണിഡേഷനിലോട്ട് പോകുന്ന ബിലിറുബിനാണ് നമ്മൾ ഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ബൗണ്ട് ടു പ്ലാസ്മ പ്രോട്ടീൻ. ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബിലിറുബിൻ ദാറ്റ് ഈസ് ബൗണ്ട് ടു പ്ലാസ്മ പ്രോട്ടീൻ. ഓക്കെ, a normal value of direct bilirubin should be 0.3 milligram per deciliter വരെ ആവാം. ഓക്കെ, നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറുബിനെ അൺകോൺജുഗേറ്റഡ് ഫ്രാക്ഷൻ ഓഫ് ബിലിറുബിൻ എന്ന് പറയും. അൺകോൺജുഗേറ്റഡ്. മറ്റേത് ഡയറക്റ്റ് ബിലിറുബിനെ കോൺജുഗേറ്റഡ് ഫ്രാക്ഷൻ ഓഫ് ബിലിറുബിൻ എന്ന് പറയാം. ഓക്കെ, normally the clinical significance of this bilirubin, what are the clinical significance? Normally hyperbilirubinemia indicate the acute viral hepatitis. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബിലിറുബിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ബിലിറുബിനീമിയ എന്ന് പറയുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്, ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് എ, ബി ആൻഡ് സി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എ ആണ് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ സിവിയർ ഡിസീസ് കണ്ടീഷനാണ്, ക്രോണിക് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അത് കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിലും നമ്മൾ ബിലിറുബിൻ ലെവൽ കൂടും. ദെൻ ബിലിറുബിൻ ലെവൽ കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസസ് ഓഫ് ഹെപ്പറ്റോസൈറ്റ്സ്. ഓക്കെ, സെൽസിന് എന്തെങ്കിലും ഡിസീസ് വന്നാൽ, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആൽക്കഹോളിസം ഒക്കെ കൊണ്ട് സിറോസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ. ദെൻ ബിലിറുബിൻ ലെവൽ കൂടാനുള്ള ഒബ്സ്ട്രക്ഷൻ ടു ബിലിയറി എക്സ്ക്രീഷൻ ഇൻ ടു ഡുവോഡിനം. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിലും, അതായത് നമ്മുടെ ബിലിയറി ബയൽ ഡക്റ്റുകളുണ്ട്, ബയൽ ഡക്റ്റ്, സിസ്റ്റിക് ഡക്റ്റ്, അങ്ങനെ കുറേ ഡക്ട്സ് ഉണ്ട്. അതിൽ എന്താ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാലും ഈ ബിലിറുബിൻ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹീമോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കേജ് ഓഫ് RBC, അതിനാണ് നമ്മൾ ഹീമോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോഴും ബിലിറുബിൻ ലെവൽ കൂടും. ഓക്കെ, ദെൻ കണ്ടീഷൻസ് സച്ച് ആസ് ഗിൽബർട്ട്സ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bilirubin inability of the liver to process the bilirubin or metabolize bilirubin. ആ കണ്ടീഷനാണ് നമ്മൾ ഗിൽബർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ഓഫ് ലിവർ ടു പ്രോസസ് ബിലിറുബിൻ ഓർ ബൈൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് ദ ബൈൽ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്. അതിനകത്ത് ഹെപ്പാറ്റിക് അപ്ടേക്ക് വരാം, കോൺജുഗേഷൻ ഓഫ് ബിലിറുബിൻ പിഗ്മെൻറ്റ്, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ എന്തെങ്കിലും ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് അപ്ടേക്ക് ഓഫ് ബിലിറുബിൻ ആൻഡ് കോൺജുഗേഷൻ ഓഫ് ബിലിറുബിൻ, അങ്ങനെ അതിനെന്തെങ്കിലും ഡിഫക്ട്സ് വന്നാലാണ് എന്തുണ്ടാവുന്നത്, ഗിൽബർട്ട് ഡിസീസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ബിലിറുബിൻ ലെവലാണ്. ബ്ലഡിനകത്ത് ബിലിറുബിൻ്റെ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സിറം എൻസൈംസ് ആണ്. ഓക്കെ, സിറം എൻസൈംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോർമലി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന എൻസൈംസ് പറഞ്ഞാൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ്,
serum aspartate transaminase and serum alanine transaminase. serum aspartate transaminaseനാണ് നമ്മൾ AST എന്ന് പറയുന്നത്. serum alanine transaminase ALT എന്ന് പറയും. ഓക്കെ, സോ ഫസ്റ്റ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ആക്ച്വലി ആൽക്കലൈൻ ഫോസ്ഫറ്റേറ്റിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 to 96 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ. ഓക്കെ, UL എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. 33 to 96 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ. ഓക്കെ, ആക്ച്വലി ദ എലിവേഷൻ ഓഫ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേറ്റ് എലിവേറ്റഡ് ആയ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഡിസീസസ് ഓഫ് ബോൺ, ലിവർ ആൻഡ് ഓൾസോ ഇൻ പ്രഗ്നൻസി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നോർമലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബോണിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, ലിവറിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാലാണ് നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫറ്റേറ്റ്സിൻ്റെ ലെവൽ എലിവേറ്റഡ് ആവുന്നത്. അപ്പോൾ ബോണിലെ പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ബോൺ ഡിസീസ് ആൻഡ് പ്രഗ്നൻസി ആൻ എലിവേറ്റഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേറ്റ്സ് ലെവൽ generally reflects the hepatobiliary disease. Okay, in the absence of bone disease and pregnancy, an elevated serum alkaline phosphatase levels generally reflects the hepatobiliary diseases. Okay, ഈ ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നോർമൽ ലെവലിൻ്റെ 3 to 10 times വരെ ആവാൻ ചാൻസ് ഉണ്ട്. ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നോർമൽ ലെവൽ ഞാൻ പറഞ്ഞു 33 to 96 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. അത് മേ ബി അപ് ടു 3 to 10 times ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോർമലി ദിസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബോൺ, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആൻഡ് പ്ലാസ്മ. ഓക്കെ, ഇറ്റ്സ് നോർമലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ബോൺ, liver, intestine and placenta. Plasma placenta. Okay, so the next hormone ആണ്, next enzyme ആണ് alpha glutamyl transpeptidase. alpha അല്ല, gamma glutamyl transpeptidase, that is gamma glutamyl transpeptidase. Okay, actually the elevation of this gamma glutamyl transpeptidase indicate cholestasis and hepatocellular disease. cholestasis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും ഇമ്പയർമെൻ്റ് ഉണ്ടാവും, അതിനാണ് നമ്മൾ കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കോളിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ബൈലിൻ്റെ പ്രോസസ്സിങ്ങിന് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക, ബൈലിൻ്റെ മെറ്റബോളിസം സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓർ ലിവറിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യുക, അതിനാണ് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ്. കോളി എന്ന് പറഞ്ഞാൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ലിവർ. ഓക്കെ, സോ കോളിസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റോപ്പേജ് ഓഫ് ലിവർ ഫങ്ഷനിങ്, അതിനാണ് നമ്മൾ കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദെൻ ഹെപ്പാറ്റോ സെല്ലുലാർ ഡിസീസ്, ദാറ്റ് ഈസ് ഹെപ്പാറ്റോസൈറ്റ്സിന് ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ദിസ് ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് വിൽ എലിവേറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 എൻസൈംസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എൻസൈംസ് ആണ് സിറം aspartate transaminase ആൻഡ് സിറം അലാനിൻ ട്രാൻസാമിനേസ്. സിറം അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസിനെ നമ്മൾ പറയുന്ന SGOT ആണ്, ദാറ്റ് ഈസ് സിറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസാമിനേസ്. സിറം ഗ്ലൂട്ടാമിക് ഓക്സാലോ അസറ്റിക് ട്രാൻസാമിനേസ് എന്ന് പറയാം. ALTനെ പറയുന്ന വേറൊരു പേര് SGPT എന്നാണ്, ദാറ്റ് ഈസ് സിറം ഗ്ലൂട്ടാമേറ്റ് പൈറൂവിക് ട്രാൻസാമിനേസ് എന്ന് പറയും, SGPT എന്ന് പറയും. ALTനെ SGPT എന്ന് പറയും, ASTനെ SGOT എന്നാണ് പറയുന്നത്. ഓക്കെ, നോർമലി SGOTയുടെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 12 to 38 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. 12 to 38, ദാറ്റ് ഈസ് ഫോർ SGOT. ദെൻ SGPTയുടെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 7 to 41 ഇൻ്റർനാഷണൽ യൂണിറ്റ്, 7 to 41 ഇൻ്റർനാഷണൽ യൂണിറ്റ്. ഇതിനകത്ത് SGOTയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the elevation in SGOT indicate ഹെപ്പാറ്റോനെക്രോസിസ്. ഹെപ്പാറ്റോനെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് സെൽസിൻ്റെ ഡെത്ത്, അതിനാണ് നമ്മൾ ഹെപ്പാറ്റോനെക്രോസിസ് എന്ന് പറയുന്നത്. ഓർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹെപ്പാറ്റിക് സെൽസ്. ഓക്കെ, SGOT ഓർ ASTയുടെ എലിവേഷൻ ഇൻഡിക്കേറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ദിസ് AST ക്യാൻ ബി റിലീസ്ഡ് ഫ്രം ഹാർട്ടിൽ നിന്ന് റിലീസ് ചെയ്യാം,
സ്കെലറ്റൽ മസിൽസ് ആൻഡ് കിഡ്നി. ഓക്കെ, ഇവിടെ നിന്നൊക്കെ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ SGOTയുടെ എലിവേഷൻ നമ്മൾ ലിവറിൻ്റെ ഡിസ്ഫങ്ഷൻ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ് ഫ്രം ഹാർട്ട്, സ്കെലറ്റൽ മസിൽ ആൻഡ് കിഡ്നി. അപ്പോൾ ഹാർട്ടിനോ സ്കെലറ്റൽ മസിലിനോ കിഡ്നിക്കോ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ SGOT എലിവേറ്റഡ് ആവും, ഓർ AST. ഓക്കെ, SGOT എലിവേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് മയോകാർഡിയൽ ഇഞ്ചുറി ഓർ മയോകാർഡിയൽ ഇസ്കീമിക് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ, ഇസ്കീമിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ, മയോകാർഡിയൽ മസിൽസിലോട്ട്, അതായത് കൊറോണറി ആർട്ടറിയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാലും എന്ത് കണ്ടീഷൻ ഉണ്ടാവും? മയോകാർഡിയൽ ഇഞ്ചുറി. അതാണ് MI എന്ന് പറയുന്നത്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമ്മൾ പറയുന്നത് അല്ലേ. ആ കണ്ടീഷനിലും SGOT എലിവേറ്റഡ്. അപ്പോൾ SGOT ഒരു യുണീക്ക് ടെസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടെസ്റ്റാണെന്ന്, പ്രൈമറി ടെസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവറിൻ്റെ ഡിസ്ഫങ്ഷൻ, ലിവറിൻ്റെ നെക്രോസിസ് കൺഫേം ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ അനദർ ടെസ്റ്റ്, ദാറ്റ് ഈസ് SGPT, ദാറ്റ് ഈസ് സ്പെസിഫിക് ഫോർ ലിവർ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർ ഹെപ്പാറ്റോസൈറ്റ്സിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മാത്രം, ലിവർ ഇഞ്ചുറിയിൽ മാത്രമേ ALT ഓർ SGPT എലിവേറ്റഡ് ആവുള്ളൂ. ഓക്കെ, SGOT ഞാൻ പറഞ്ഞു ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിൽ, സ്കെലറ്റൽ മസിൽ, കിഡ്നി അങ്ങനെയുള്ള ഏത് പ്രോബ്ലം വന്നാലും SGOT എലിവേറ്റഡ് ആവും. പക്ഷേ മോർ സ്പെസിഫിക് ടു ലിവർ ടിഷ്യൂ ഈസ് ALT ഓർ SGPT ആണ്. SGPT എലിവേറ്റഡ് ആവണമെങ്കിൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിവറിന് എന്തെങ്കിലും ഇഞ്ചുറിയോ ലിവർ നെക്രോസിസോ ഹെപ്പാറ്റോസൈറ്റ്സ് നെക്രോസിസോ ഉണ്ടെങ്കിൽ മാത്രമേ SGPT എലിവേറ്റഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലഡിനകത്ത് SGPT നോർമൽ ലെവൽ, ദാറ്റ് ഈസ് 7 to 41 മുകളിലാണെങ്കിൽ, ചിലപ്പോൾ അത് 80-100 വരെയൊക്കെ എത്തും, 100 മുകളിലൊക്കെ വരും. അപ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ് എ സിവിയർ ലിവർ നെക്രോസിസ്. ഇൻക്രീസ് ദ ലെവൽ ഓഫ് SGPT ഇൻഡിക്കേറ്റ് liver necrosis. So SGPT is more specific to liver tissue. Okay, more specific to liver tissue. Then other enzymes are 5-nucleotidase, then lactic dehydrogenase. ഞാൻ ഓൾറെഡി പറഞ്ഞു ലാക്റ്റിക് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, ലാക്റ്റിക് ഡീഹൈഡ്രോജനേസിൻ്റെ മേജർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് മെറ്റാസ്റ്റാറ്റിക് ലിവർ ഇൻവോൾവ്മെൻറ്റ്. അതായത് ലിവറിൽ എന്തെങ്കിലും ട്യൂമർ വന്നു കഴിഞ്ഞാൽ എലിവേറ്റഡ് ആവുന്ന എൻസൈമാണ്. ലിവറിന് എന്തെങ്കിലും ട്യൂമർ വന്നു കഴിഞ്ഞാൽ എലിവേറ്റഡ് ആവുന്ന എൻസൈമാണ്, ദാറ്റ് ഈസ് ലാക്റ്റിക് ഡീഹൈഡ്രോജനേസ്. ലാക്റ്റിക് ഡീഹൈഡ്രോജനേസ് എൻസൈം ലിവറിൽ ട്യൂമർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോമാർക്കറാണ് ലാക്റ്റിക് ഡീഹൈഡ്രേറ്റ്. ദെൻ കോളിനെസ്റ്ററേസ്, ആക്ച്വലി ദാറ്റ് ഈസ് സിന്തസൈസ്ഡ് ബൈ ദ ലിവർ ഇൻ ഡിമിനിഷ്ഡ്, ദാറ്റ് ഈസ് ഹെപ്പാറ്റോസെല്ലുലാർ ഡിസീസ് കണ്ടീഷനിലോ അല്ലെങ്കിൽ മാൽന്യൂട്രീഷനോ ഉണ്ടാകുമ്പോൾ എലിവേറ്റഡ് ആവുന്ന ഒരു എൻസൈമാണ് കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് എൻസൈംസ്, ദാറ്റ് ഈസ് സിറം എൻസൈംസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ലിവർ ഫങ്ഷനിങ്. ഇത്രയുമാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മെയിൻലി സിറം ബിലിറുബിൻ ലെവൽ ആൻഡ് സിറം എൻസൈംസിൽ നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ദെൻ നെക്സ്റ്റ് ഈസ് ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ്, ദെൻ AST, ALT, ദെൻ ന്യൂക്ലിയോട്ടിഡേസ്, LDH ആൻഡ് കോളിൻ എസ്റ്ററേസ്. ദീസ് ആർ ദ വേരിയസ് എൻസൈം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് ചോദിക്കുന്നതാണ് കേട്ടോ. ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതൊക്കെയാണ്. നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ എന്തായാലും മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ഈസ് മൂവിങ് ഓൺ ടു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് include mainly 4 different types of tests, that is urine analysis, concentration and dilution test, blood chemistry and renal clearance test. നമ്മൾ കിഡ്നിയുടെ ഫങ്ഷനിങ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കിഡ്നിക്ക് മെയിനായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആൻഡ് ക്രോണിക് റീനൽ ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മൾ UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി യൂറിത്ര ആൻഡ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, യൂറിത്ര ആൻഡ് യൂറിനറി ബ്ലാഡറിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതിപ്പോൾ അസെൻഡ് ചെയ്തിട്ട് അത് യൂറിറ്ററിലോട്ടോ അല്ലെങ്കിൽ
നമ്മുടെ നെഫ്രോണിലോട്ടോ എത്തുകയാണെങ്കിൽ ആ കണ്ടീഷന് നമ്മൾ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സിവിയർ ആയി കഴിഞ്ഞാൽ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിവിയർ ആയി കഴിഞ്ഞാൽ ഇറ്റ് അസൻറ്റ് ഓർ മുകളിലോട്ട് കയറിയിട്ട് അത് ഇറ്റ് ബിക്കം അപ്പർ യൂറിനറി ട്രാക്ട്. ഇതൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് മെയിൻലി 4 types: യൂറിൻ അനാലിസിസ്, കോൺസെൻട്രേഷൻ ആൻഡ് ഡൈലൂഷൻ ടെസ്റ്റ്, ബ്ലഡ് കെമിസ്ട്രി ആൻഡ് റീനൽ ക്ലിയറൻസ്. ഓക്കെ, ഇതിനകത്ത് യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, കെമിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, bacteriological examination and urine microscopy. Physical examination is based on the color of urine output നോക്കും. Normal urine output should be 1.2 to 1.5 liters per day ആണ് നോർമൽ. അത് ഡിക്രീസ് ചെയ്ത് 500 വരെ എത്തുകയാണെങ്കിൽ ആ കണ്ടീഷനെ ഒലിഗ്യൂറിയ എന്ന് പറയും. ഓക്കെ, അതിപ്പോൾ 50 ആണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ അന്യൂറിയ എന്ന് പറയും. 50 ml per day, 50 ml വരെ എത്താം. നമ്മുടെ നോർമൽ 1.2 to 1.5, that is 1200 to 1500 ml per day ആണ് നോർമൽ ഔട്ട്പുട്ട്. അത് 50 വരെ എത്തിക്കഴിഞ്ഞാൽ വെരി സിവിയർ ആണ്, അന്യൂറിയ. അക്യൂട്ട് റീനൽ ഫെയിലിയറിലൊക്കെ ഒരു മേജർ ഇൻഡിക്കേഷനാണ്. അക്യൂട്ട് റീനൽ ഫെയിലിയറിൻ്റെ ഒരു മേജർ ഇൻഡിക്കേഷനാണ് യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ് ടു 50 ml ഓർ ലെസ്. ഓക്കെ, അന്യൂറിയ എന്നുള്ള കണ്ടീഷൻ. ഒലിഗ്യൂറിയ എന്ന് പറഞ്ഞാൽ 500. ഒലിഗ്യൂറിയനെ വളരെ ശ്രദ്ധിക്കണം. 400 to 500 ml per day അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ വളരെയധികം കോഷ്യസ് ആവേണ്ടതാണ്. ഓക്കെ, ദെൻ ഇതിന് ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് പറഞ്ഞ കളർ, സ്പെസിഫിക് ഗ്രാവിറ്റി, ദെൻ അതിൻ്റെ നോർമൽ കളർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കും യൂറിൻ. ഇഫ് ഇറ്റ് ബിക്കം പെയിൽ ഓർ സ്ട്രോക്ക് കളർ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പിഗ്മെൻ്റ് അതിനകത്തുണ്ടെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കോൺസെൻട്രേഷൻ, യൂറിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നോക്കാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോക്കുന്നത്. ദെൻ കെമിക്കൽ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിനകത്ത് ഏതെങ്കിലും പ്രോട്ടീൻ, ഗ്ലൂക്കോസ് ഓർ റെഡ് ബ്ലഡ് സെൽ, ഹീമോഗ്ലോബിൻ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടോ എന്ന്. നോർമലി പ്രോട്ടീൻ യൂറിയ കണ്ടീഷൻ വന്ന പ്രോട്ടീൻ യൂറിയ. ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഡയബറ്റിക് കണ്ടീഷനിൽ ഈ ഗ്ലൂക്കോസ്. റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയറിലൊക്കെ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസൊക്കെ യൂറിനിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പൈലോനെഫ്രൈറ്റിസ്, അതായത് നമ്മുടെ നെഫ്രോണിന് എന്തെങ്കിലും, ഞാൻ പറഞ്ഞു അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ റീനൽ ട്യൂബ്യൂളിനോ അല്ലെങ്കിൽ നെഫ്രോണിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന കണ്ടീഷനാണ് നമ്മൾ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷനിലൊക്കെ ഇങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ, റെഡ് ബ്ലഡ് സെൽസൊക്കെ യൂറിന് കൂടെ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ നമ്മൾ UTIയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അത് സ്ട്രീം യൂറിൻ എടുത്തിട്ട് അതിനകത്ത് എത്ര ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസം ഉണ്ടെന്ന് നമ്മൾ നോക്കും. നമ്മൾ UTIയിലെ ഫസ്റ്റ് പ്രൈമറി ടെസ്റ്റാണ്. ഇപ്പോൾ 1 lakhൽ കൂടുതൽ ഈ കൊളയാണ് 80% UTI ഉണ്ടാക്കുന്നത്. ഈ കൊളൈ, എസ്ട്രീഷ്യ കൊളൈ എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസമാണ് നോർമലി ദിസ് UTIയുടെ മേജർ കോസ്. ഓക്കെ, അപ്പോൾ 1 lakhൽ കൂടുതൽ ഈ കൊളൈ ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഓക്കെ, ദെൻ യൂറിൻ മൈക്രോസ്കോപ്പി നമ്മൾ അതിനകത്ത് പസ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, എപ്പിത്തീലിയൽ സെൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും നോർമലി നമ്മൾ മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. നോർമലി UTI, യൂറിനറി ട്രാക്ട് പസ് സെൽസൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് യൂറിനറി ട്രാക്ട് UTI ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ടർബിഡ് ആയിരിക്കും യൂറിൻ. ഓക്കെ, ക്ലിയർ ആയിരിക്കില്ല. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനോട് തന്നെ ഏകദേശം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അനദർ ടെസ്റ്റ് ഈസ് സെക്കൻഡ് ടെസ്റ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ യൂറിൻ അനാലിസിസ് ആണ് പറഞ്ഞത്. യൂറിൻ അനാലിസിസ് ഫിസിക്കൽ, കെമിക്കൽ, ബാക്ടീരിയോളജിക്കൽ ആൻഡ് യൂറിൻ മൈക്രോസ്കോപ്പി. സെക്കൻഡ് വൺ ഈസ് കോൺസെൻട്രേഷൻ ആൻഡ് ഡൈലൂഷൻ ടെസ്റ്റ്. കോൺസെൻട്രേഷൻ ആൻഡ് ഡൈലൂഷൻ ടെസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്നത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ അബ്സോർപ്ഷൻ കുറയുക, ADHൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കോൺസെൻട്രേഷൻ ആൻഡ് ഡൈലൂഷൻ ടെസ്റ്റ് ഈസ് മെയിൻലി ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ആൻറ്റിഡയററ്റിക് ഹോർമോൺ, ഡെഫിഷ്യൻസി ഓഫ് ഓർ പ്രസൻസ് ഓഫ് ആൻറ്റിഡയററ്റിക് ഹോർമോൺ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഡൈലൂട്ട് യൂറിൻ മീൻസ് വാട്ടർ കണ്ടൻറ്റ് ഈസ് മോർ, ദാറ്റ് ഈസ് ADHൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും, ലാക്ക് ഓഫ് ADH എന്ന് പറയാം. വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണെങ്കിൽ ലെസ് വാട്ടർ ഇൻടേക്ക്, ഡീഹൈഡ്രേഷൻ കണ്ടീഷൻ വന്നാലും വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ വരാൻ ചാൻസ് ഉണ്ട്. ബോഡിക്കകത്തുനിന്ന് വാട്ടർ പോയി കഴിഞ്ഞാൽ, അതായത് വാട്ടർ പോകാനുള്ള വേരിയസ് റീസൺ ഉണ്ട്. ഹൈപ്പോവോളിയമിക് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള വാട്ടർ ഇൻടേക്ക് കുറയാം, അല്ലെങ്കിൽ ഡയേറിയ അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വന്ന് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ
മെയിൻലി നമ്മൾ യൂറിൻ്റെ കോൺസെൻട്രേഷൻ ഡൈലൂഷൻ ടെസ്റ്റ് കൂടിയാണ് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം ക്രിയാറ്റിൻ ലെവൽ അതാണ് നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 0.6 to 1.8. അതാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിലെ മേജർ പ്രൈമറി കൺഫോമേറ്ററി ടെസ്റ്റാണ്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ് അതാണ് സിറം ക്രിയാറ്റിൻ ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് 0.6 to 1.2 mg/dL ആണ് നോർമൽ. അതിൽ കൂടിക്കഴിഞ്ഞാൽ ദ ഇൻഡിവിജ്വൽ ഹാവിങ് എനി കിഡ്നി ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1.2 കുറച്ച് കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നോർമലി ക്രോണിക് ഡയബറ്റീസ് അങ്ങനെയുള്ള ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ നോർമലി ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി ചെയ്ത് കൊടുക്കുന്ന ഒരു ടെസ്റ്റാണ് സിറം ക്രിയാറ്റിൻ ലെവൽ. ദെൻ ബ്ലഡ് യൂറിയ നൈട്രജൻ. ഓക്കെ, അസിഡോസിസ്, നമ്മുടെ ഇതിനകത്തുള്ള പ്രോട്ടീൻ ഒരു മെറ്റബോളൈസിങ് ഫാക്ടറാണ് ബ്ലഡ് യൂറിയ നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ നോർമൽ ലെവൽ 10 to 20 mg/dL ആണ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ സം പ്രോബ്ലംസ്, നോർമലി ഹാർട്ട് പ്രോബ്ലം ഒക്കെ വരുന്നവർക്ക് ബ്ലഡ് യൂറിയ നൈട്രജൻ നോർമലി കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യൂറിയയുടെ ലെവൽ പിന്നെ നോക്കണം. യൂറിയയുടെ ലെവലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതിൻ്റെ നോർമൽ ലെവൽ, യൂറിയയുടെ നോർമൽ ലെവൽ 20 to 40 mg/dL ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ റീനൽ ക്ലിയറൻസ് ടെസ്റ്റ്. നമ്മൾ ഗ്ലോമറുലാർ GFR ആണ് നോർമലി ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോർമൽ ലെവൽ ഈസ് 120 ml/minute. 120 ml/minute ആണ് നമ്മുടെ GFR. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമുലയാണ് C=UV/P. അത് നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. GFR ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ റീനൽ ക്ലിയറൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, pulmonary function test is mainly used to determine lung diseases, mainly asthma, COPD. ഇതിലൊക്കെ മേജർ ഇഷ്യൂസ് സിംറ്റംസ് സച്ച് ആസ് ഡിസ്നിയ, ചെസ്റ്റ് ടൈറ്റ്നസ്, ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ബ്രീത്ത്ലെസ്നെസ്. ഇതൊക്കെ നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യുന്നത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് വെച്ചാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആസ്മ പറഞ്ഞപ്പോൾ സ്പൈറോമെട്രിക് മെത്തേഡൊക്കെ പറഞ്ഞു. സ്പൈറോമെട്രിക് റേഷ്യോ എത്ര വേണം, ഗ്രേറ്റർ ദാൻ 70 വേണം, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിലെ ഫസ്റ്റ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ലങ് വോളിയംസ് ആൻഡ് ലങ് കപ്പാസിറ്റി. ഇതിനകത്ത് നമ്മൾ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി, ഇതെന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അത് നോട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്നതായിരിക്കും ലങ് വോളിയംസ്. റിപ്പീറ്റ് ചെയ്ത് വെറുതെ ടൈം കളയുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ടൈഡൽ വോളിയം എന്താ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അത് ലങ് കപ്പാസിറ്റിയിൽ മെയിൻലി നമ്മൾ മെഷർ ചെയ്യുന്ന ഇതൊക്കെയാണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ദെൻ ലങ് കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രാഫ് നോക്കുക. നോട്ടിനകത്തും ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലാവാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാഫാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, ദെൻ വേറൊരു ടെസ്റ്റാണ് കാർബൺ മോണോക്സൈഡ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി. ഓക്കെ, ആക്ച്വലി it's the measurement of the ability of gas to diffuse across the alveolar capillary membrane. അതായത് നമ്മുടെ ആൽവിയോളയിൽ നിന്ന് റെഡ് ബ്ലഡ് സെല്ലിലോട്ട്, അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം അല്ലേ, ഓക്സിജൻ അല്ലെങ്കിൽ ഗേഷ്യസ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കഴിഞ്ഞാൽ ആൽവിയോളിൽ നിന്ന് ബ്ലഡിലോട്ടുള്ള RBCയിലോട്ടാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. RBC ആണ് നമ്മുടെ ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് കാർബൺ മോണോക്സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി, ആൽവിയോളർ കപ്പാസിറ്റി മെഷർ. ഇതിൻ്റെ പ്രത്യേകത കാർബൺ മോണോക്സൈഡ് ഇസ് ദ ലാർജസ്റ്റ് ലെവൽ ഓഫ് ഡിഫ്യൂസിങ് കപ്പാസിറ്റി. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്യൂസിങ് കപ്പാസിറ്റി ഓഫ് ദി ലങ്സ്, അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിന് കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യാനുള്ള കാരണം ഇറ്റ് ഈസ് ഹാവിങ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ഡിഫ്യൂസിങ്. അതുകൊണ്ടാണ് ദിസ് ഈസ്
the ability of gas, any gas, carbon dioxide, either it is carbon dioxide, oxygen or carbon monoxide, diffuse across the alveolar capillary membrane. ഓക്കെ. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ നമ്മൾ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നമ്മുടെ ഓൾറെഡി നമ്മുടെ ലങ്സിനകത്ത് ഉള്ള സാധനമാണ്. കാർബൺ മോണോക്സൈഡാണ് ഇല്ലാതെ. അപ്പോൾ ഒരു സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then next is arterial blood gas level. ഓക്കെ. നമ്മുടെ ബ്ലഡിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ്റെ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അത് നോർമലി നമ്മൾ ഈ ഓക്സിജനേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓക്സിജനേഷൻ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് നമ്മുടെ ഓക്സിജൻ്റെ ലെവലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90% സാച്ചുറേഷൻ എത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഓക്സിജൻ നോർമൽ അതിൽ 90% താഴെയാണെങ്കിൽ നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന് പറയും. എന്താ പറയുന്നത്? ഹൈപ്പോക്സീമിയ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ 40 mm/Hg കൂടുകയാണെങ്കിൽ അതിന് ഹൈപ്പർ കാപ്നിയ എന്ന് പറയും. ഹൈപ്പർ കാപ്നിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ബ്ലഡ്, ഹൈപ്പർ കാപ്നിയ. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഷർ ചെയ്യണം. ഈ ലങ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഓക്സിജൻ കൊടുക്കുന്നവർക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ലെവൽ എപ്പോഴും ഇപ്പോൾ ഓക്സിജൻ തന്നെയാണെങ്കിലും നമ്മൾ ഒരു 98-ൽ 95-ൽ കൂടുന്നതും റിസ്ക് ആണ്. അപ്പോൾ അതും നമ്മൾ ഓക്സിജൻ പോയ്സണിങ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതും നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ലെവൽ അതിനാണ് നമ്മൾ ABG എന്ന് പറയുന്നത്. ABG എന്നാണ് ആ ടെസ്റ്റ്. നമ്മൾ നോർമലി അത് ആസ്മ COPD ആയിട്ടുള്ള നോർമൽ ഡിസീസ് കണ്ടീഷനാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ. arterial blood gas level. Okay. Next is exercise testing. That is normally 2 types of test ആണ് കൊടുത്തിരിക്കുന്നത്. 6 minutes walking distance and Harvard step test. Okay. 6 minutes walking distance എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് സിംപ്ലി വാക്സ് എ predetermined route or circuit as fast as possible for 6 minutes and allowed to stop and rest. Okay. എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ എക്സസൈസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. 6 minutes നമ്മൾ ഏറ്റവും ബ്രിസ്ക് ആയിട്ടുള്ള വാക്ക് ചെയ്യുക. എന്നിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതിനാണ് 6 minutes വാക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഹാർവാർഡ് സ്റ്റെപ്പ് ടെസ്റ്റ്. നമ്മൾ നോർമലി ഒരു സ്റ്റെപ്സ് വെച്ചിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. ഫോർ ഹാർവാർഡ് ടെസ്റ്റ് ദ സബ്ജക്ട് സ്റ്റെപ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ എ 20-inch സ്റ്റെപ്പ് അറ്റ് എ സെറ്റ് റേറ്റ് ഫോർ 5 minutes. ഓക്കെ. എ 1-minute റെസ്റ്റ് പീരീഡ് ഈസ് ഫോളോഡ് ബൈ മെഷർമെൻറ്റ് ഓഫ് സബ്ജക്ട്സ് റിക്കവറി ഹാർട്ട് റേറ്റ്. ഓക്കെ. ലോവർ റിക്കവറി ഹാർട്ട് റേറ്റ് ദ ബെറ്റർ ഈസ് ദ സബ്ജക്ട്സ് ജനറൽ ഫിറ്റ്നസ്. ലോവർ റിക്കവറി ഹാർട്ട് റേറ്റ് ഉള്ള ആൾക്കാണെങ്കിൽ ദ ബെറ്റർ ഈസ് ദ സബ്ജക്ട്സ് ജനറൽ ഫിറ്റ്നസ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹെമറ്റോളജിയും കൂടിയും പഠിക്കാനുണ്ട്. ഹെമറ്റോളജി നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെസ്റ്റുകളെല്ലാം. ജസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ആൻഡ് ഹെമറ്റോളജി. ഈ 4 കേസ് ഇമ്പോർട്ടൻ്റ്. ഹെമറ്റോളജി ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ക്ലിയർ? ഓക്കെ. താങ്ക് യു.